ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം സ്കേറി സുഷിയാണ്. സോ ആസ് യു ഓൾ നോ, ബേസിക്കലി ഈ ഗെയിം ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ജയിച്ചില്ല, പക്ഷെ ആക്ച്വലി ഞാൻ മുമ്പ് ജയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിം മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് വാസ് ഇൻ പോർട്രേറ്റ് മോഡ്. സോ എനിക്ക് പോർട്രേറ്റ് മോഡിൽ മര്യാദയ്ക്ക് ഇരുന്ന് കളിക്കാൻ പറ്റില്ല. സോ ഇപ്രാവശ്യം എനിക്കിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ കളിക്കാൻ പറ്റും. നൗ ഐ അണ്ടർസ്റ്റുഡ് എങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ കളിക്കാൻ. ആ ടൈമിൽ വേറെ ടൈപ്പ് ഓഫ് ഫോണായിരുന്നു. സോ ആ ഫോണിൽ എനിക്ക് കളിക്കാൻ പറ്റില്ലായിരുന്നു, പോർട്രേറ്റ് മോഡായിരുന്നു. ഇതാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലും പോർട്രേറ്റ് മോഡിലും എപ്പോൾ വേണമെങ്കിൽ ചില ഗെയിംസിലും നമുക്ക് കളിക്കാൻ പറ്റില്ല. പോർട്രേറ്റ് മോഡിലാണ്. ഇപ്രാവശ്യം ഐ ഫൗണ്ട് ഔട്ട് എ വേ. സോ എനിക്കിത് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇരുന്ന് കളിക്കാൻ പറ്റും. ആൻഡ് ബേസിക്കലി നേരത്തെ ഞാൻ ജയിച്ചില്ല. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് അത് പോയി. ഇപ്പോൾ പുതിയ അക്കൗണ്ടാണ്. സോ എൻ്റെ മറ്റേ ഒരു ഫേസ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതെല്ലാം പോയി. എൻ്റെ ഡേയ്സും പോയി. എന്തിലത്തെ ഡേയ്സാണെന്ന് വെച്ചാൽ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, സോ ഗൈസ്, ഞാൻ പിന്നെ കുറച്ച് ദിവസമായി കളിച്ചിട്ട്. ആൻഡ് ബൈ ദ വേ, ഞാൻ ഇനി തുടങ്ങി എൻ്റെ ഫേസ് കാണിക്കാൻ പോകില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ബിക്കോസ് എൻ്റെ ഫേസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. ബിക്കോസ് ഐ വിൽ ബി കോൺസെൻട്രേറ്റഡ് ഓൺ പ്ലേയിങ് ദിസ്. സോ എനിവേസ് നമുക്ക് കളിക്കാം. സോ ചാപ്റ്റർ 1 ആക്ച്വലി ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1 ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല ഗെയിമാണ്, എനിക്കിഷ്ടമായി. ഫുൾ ഗെയിം. അതിലത്തെ ഏറ്റവും പാടുള്ള പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ആ മൊസ്കിറ്റോൻ്റെ ഒരു പാർട്ടുണ്ട്. അതാണ് എനിക്ക് പറ്റില്ലാത്തത്. ലാസ്റ്റ് ടൈം ഞാൻ ഇത് കളിക്കുമ്പോൾ പോർട്രേറ്റ് മോഡിൽ പ്ലസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് പാടായിരുന്നു. ഇപ്രാവശ്യം ലാൻഡ്സ്കേപ്പ് മോഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ ഫേസും കാണിക്കാനില്ല. റിവ്യൂ. I am Hiroshi Kimura. So I started Moonlight Sushi 15 years ago. You are all here to interview for a coveted chef position, but we only hire the best chefs. To get the job, you will need to successfully cook a 4-course meal. അതെല്ലാവർക്കും അറിയാം. മുണ്ടേരി വി ഹാവ് സ്കിപ്പ് അടിച്ചു, പക്ഷെ ആരും സ്കിപ്പ് അടിക്കില്ല. മരിക്കുക നീലാട്ടമൊക്കെ. ഫസ്റ്റ് കോഴ്സ് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദി ബേസിക്സ്. റൈസ് ആൻഡ് നോറി, അതെനിക്കും അറിയാം. റൈസ് ആൻഡ് നോറി ആയിരിക്കും. പിന്നെ കുറച്ച് ഫിഷ്, അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ്, അത് കഴിഞ്ഞിട്ട് എന്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഓക്കെ, എനിവേസ് മതി പറഞ്ഞത്. അതുമാത്രമല്ല, ഇവന്മാർ പറയുന്നത് ജാനിറ്ററും പിന്നെ ഒക്കെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ ആക്ച്വലി വയ്യാന്നല്ല, മോൺസ്റ്റേഴ്സാണ്. ഇത് ഒരു ഗെയിം പാസ്. ഞാൻ റിച്ച് ഒന്നുമല്ല, ഞാൻ ബ്രോക്കാണ്. ഓക്കെ, എനിവേസ് ആദ്യം തന്നെ നമ്മൾ റൈസാണ് എടുക്കാൻ പോണേ. റൈസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, റൈസ് എടുക്കുക. അപ്പുറത്തെ സൈഡിൽ ആ ജാനിറ്റർ കാണാനുണ്ടാവും. നേരത്തെ കണ്ടത് ജാനിറ്ററാണ്. കാണുന്ന സാധനമാണ് ജാനിറ്റർ. ജാനിറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഏതൊരു മോൺസ്റ്ററാണെന്ന് പറയാം. ഓക്കെ, റൈസ് കുക്ക് ചെയ്യാൻ ചോറ്. ആദ്യത്തെ ഈ ഓർഡറിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആൾക്കാർ എത്രയാണ് ഉണ്ടാവുക അതിനെ കുറിച്ച് എത്ര ഫുഡ് ഐറ്റംസ് വേണമെന്നാണ്. ബൈ ദ വേ, നമ്മൾ ലേറ്റായിട്ട് കൊടുത്താൽ ഈ ടൈമർ എൻഡായാൽ നമ്മളെ വേറെ ഏതോ മോൺസ്റ്റർ ഒന്ന് കഴിക്കും.
ആൻഡ് ഇത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. ടൈമിങ് കഴിഞ്ഞ് ഇതൊന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കറിയില്ല ആക്ച്വലി, ലൈക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുഴപ്പമുണ്ടെന്ന്. അത് മാത്രമല്ല, ഈ ഗെയിമിൽ നമുക്ക് ഒരു മാക്സിമം നമുക്ക് കുറച്ച് സാധനം കൈ വയ്ക്കാൻ പറ്റും. അത് നമുക്ക് 2 സാധനം മാത്രമേ 1 at a ടൈം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ നമ്മൾ ഈ നോറി മെഷീനിൽ വെക്കണം. പിന്നെ റൈസ് ഇൻഡുള്ളിൽ വെക്കണം. ഓൾറെഡി തന്നെ 7 എണ്ണം സെറ്റായി. സോ ഗൈസ്, ലാസ്റ്റ് ടൈം ഒരു കാര്യം പറ്റിയിരുന്നു. ഞാൻ നോറിയും റൈസും ഒന്നിച്ചിട്ട് കുക്ക് ചെയ്തു. സോ എൻ്റെ ഹാഫ് ടൈം ഇപ്പോഴത്തെ വേസ്റ്റായി. അല്ലെങ്കിൽ ഞാൻ നല്ല ഫാസ്റ്റായിട്ടെല്ലാം കൊടുത്തേനെ. ഓക്കെ നോറി കൊടുത്തു. ഞാൻ അടുത്തത് റൈസും നോറിയും അത് ഓൾറെഡി സെറ്റാണ്. അറ്റ്ലീസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ നമ്മൾ പെട്ടെന്ന് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് കുറച്ചും കൂടി ഉള്ളൂ. അടുത്ത ഓർഡർ സെയിം തന്നെ, സാധനം തന്നെ. ദേ വരണം 2 റോട്ടെ. ടിഫൻ നിനക്കെന്താടാ? ഓക്കെ പോ. ഓക്കെ, ദാവം കിടന്ന് ഇതിനെ ഇതിൻ്റെ ചാപ്റ്റർ 2 കൂടി ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ 2 നമുക്ക് 3 സാധനങ്ങൾ കൈ പിടിക്കുക. ചാപ്റ്റർ 1 ഒരെണ്ണം മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഉണ്ടായിരിക്കണം. ഇൻകമിങ് ട്രാൻസ്മിഷൻ. ഓക്കെ, ഹലോ, we are the night keepers. You are in serious danger. There's not much time to explain. Weak signal. You are in the middle of an intermission. For our second course, we want to see how you prepare fish. You can find all the fish you need in our fish farm. Its doors are now open. It's undergoing a renovation. Just don't touch the water. ഓക്കെ, ഇനി സെക്കൻഡ് കോഴ്സിൽ ഫിഷ് ഉണ്ടാവും. ഇതെന്തോ ഇത് ബ്ലാക്ക് കളർ സാധനം സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് ഫിഷ് ലൈക്ക് ഈ പ്ലാറ്റ്ഫോം പോയിട്ട് വേറെ പ്ലാറ്റ്ഫോമിൽ ചാടില്ല, അതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഓക്കെ. സോ ഫസ്റ്റ് കോഴ്സ് ഫിഷും റൈസുമാണ്. നമുക്ക് ആദ്യം റൈസ് എടുക്കുക, എന്നിട്ട് ഫിഷ് എടുക്കുക. അല്ലെങ്കിൽ വേണം ഫിഷ് ആദ്യം എടുക്കുക. ഓക്കെ, എനിക്കെന്താ ഫിഷ്? സാൽമൺ. ഓക്കെ, സാൽമൺ ഫിഷ്. ഓക്കെ, ഇനി അടുത്ത റൈസ്. പെട്ടെന്ന് ഇത് തീർക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഞാൻ കുറച്ച് നേരം ലൈക്ക് ഞാൻ AFK എന്നൊക്കെ പറയാം. ലൈക്ക് AFK എന്ന് വെച്ചാൽ കുറച്ച് നേരം ലൈക്ക് ഇത് കുറച്ച് നേരം ഒരു ബ്രേക്ക് പോലെ അങ്ങനെ. AFK എന്ന് പറയുമ്പോൾ ലൈക്ക് എന്തോ ലൈക്ക് ഈ ഗെയിമിൻ്റെ പുറത്ത് ഇപ്പോൾ ലൈക്ക് നമ്മളൊരു ഗെയിം കളിക്കുക,
അപ്പോൾ ആ ഗെയിം കളിക്കുന്ന ഇടയിൽ ലൈക്ക് വി ഹാഡ് ടു ഡു സംതിങ് ലൈക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ലൈക്ക് ടു ടേക്ക് വൺ തിങ് ഓർ ലൈക്ക് ഡു സംതിങ്. അപ്പോൾ അത് AFK എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് സാൽമണും. ഇപ്പോൾ 3 എണ്ണം ഉണ്ട്, 2 എണ്ണം മാത്രമേ കൈ വയ്ക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് റൈസും നോറെടുക്കാം, ലാസ്റ്റ് ഫിഷ് എടുത്താൽ മതി. പിന്നെ ഇതിൽ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ റൈസ് പോട്ടിയിടുക, മറ്റേ പാത്രത്തിൽ ഇടുക, എന്നിട്ട് ബോയിൽ ചെയ്യുക, പിന്നെ നോറി ഈ സാധനത്തിൽ ഇടുക, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളൊന്നും ചെയ്യേണ്ട, മെഷീനാണ് ചെയ്യണേ. നമ്മൾ പ്ലേറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് തീർന്നിട്ട്. ഒരുത്തൻ ചാടി, അവൻ ചത്തു. നമുക്ക് ലൈക്ക് 3 ചാൻസസ് ഉണ്ട് കേട്ടോ. 3 ചാൻസസ് ഉണ്ട് ഗെയിമിൽ. പ്ലാറ്റ്ഫോം പോട്ടെ. പോയാ സുധന? പോയി. അതേ പറഞ്ഞു. ഓക്കെ, ഓക്കെ. ഇനി ഫിഷ് എടുത്ത് കുക്ക് ചെയ്യട്ടെ. ഇനി റൈസ് നമുക്ക് ഇല്ലടാ. ഈ മറ്റേവനല്ലേ ആറിബട്ടോ എന്ന് പറഞ്ഞ എന്തൊരു ഒരുത്തൻ നേരത്തെ മരിച്ചായിരുന്നു, വെള്ളത്തിൽ വീണ. അവൻ്റെ ചാൻസ് കഴിഞ്ഞ് അവൻ മരിച്ചു. ഓക്കെ, എനിക്കിപ്പോഴും 3 ചാൻസ് ഉണ്ട്. ഇവന്മാർ നൂബ്സ് ആണെന്ന് തോന്നുന്നത്. നൂബെന്ന് വെച്ചാൽ ബിഗിനേഴ്സ്. ഞാനും കുറച്ച് ബിഗിനറാണ്, പക്ഷേ ദിസ് ഈസ് ആക്ച്വലി ഈസി ഫോർ മീ ബിക്കോസ് ഞാൻ പണ്ട് ലൈക്ക് കുറേ കളിച്ചിട്ടുണ്ട്. സോ എനിക്കറിയാം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സെയിം ഫോർ മോസ്കിറ്റോ സാധനം. പക്ഷേ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഈലുണ്ട്, മറ്റേ പാമ്പിൻ്റെ മീനില്ലേ അത്, ഈല്. അയ്യോ ഷീറ്റ് ആക്സിഡൻറ്റ് പറ്റിപ്പോയതാ, അറിയാതെ കൈ തട്ടിപ്പോയതാണ്. ഇതിൻ്റെ പേര് ഓസ്കർ എന്നാണ്. പിന്നെ പേരൊരുത്തിയുണ്ട്, എന്തോ വെജിറ്റബിൾസിൻ്റെ എന്തോ സാധനം. ഓക്കെ, അത് പോയി. ഓക്കെ, അതവിടെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഈലെടുക്കാം. പ്ലാറ്റ്ഫോം പോട്ടെ. പ്രാവശ്യം ഞാൻ കോൺസെൻട്രേഷൻ ആയിരിക്കണം. ഓക്കെ, 2 ലൈഫ് മാത്രമേ ഉള്ളൂ, അറിയാതെ കൈ തട്ടിപ്പോയി. ഓക്കെ, പോ പെട്ടെന്ന് പോ. ഓക്കെ, ഈല്. ഇനി എടുത്തത്. ഓക്കെ, പോ കയറിയ. ഓക്കെ, കയറിയ. ഓക്കെ, അവൻ പോയി. ഓക്കെ, അവനില്ല ഇവിടെ. ഓക്കെ, ഞാൻ ഈ മോൺസ്റ്റർ എവിടെ പോണേ? ഇങ്ങനെ പോണേ, അങ്ങനെ പോണേ? നമ്മളെ കടന്ന് ചേസ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റാവും. അതുകൊണ്ട് ഞാൻ ചുറ്റിക്കറങ്ങിയിട്ടാണ് പോണേ. റൈസ് കുക്ക് ചെയ്യുക, എന്നിട്ട് ഈലിനെടുത്ത് ചോപ്പ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ഓർഡർ കുറച്ചും കൂടി ഉള്ളൂ, അത് വേറെ കുറച്ചെണ്ണം എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റൈസ്. ഞാൻ ഈ ചത്തമാരനെ നൂബെന്നൊക്കെ വിളിച്ചായിരുന്നു. അത് എൻ്റെ കൈ തട്ടിപ്പോയതാണ്. ഓക്കെ, ഇനി ഒരാളും കൂടി ഉള്ളൂ, പുറത്തും കൂടി ഉള്ളൂ ഒരു ഓർഡർ. അത് ഇവള് പെട്ടെന്ന്. നിൻ്റെ അല്ല. പോയി ചെയ്യ് പെട്ടെന്ന്. ഇവനെ പോയി കൊടുക്ക്. ഓക്കെ, അവൻ കൊടുത്തു. സെറ്റായി. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ,
ഇനി ആരൊക്കെ ജീവനോടെ ഉള്ള? 3 പേര് പോയി. ഞാൻ സെക്കൻഡിലാണ്. ഞാൻ സെക്കൻഡാ. ഒന്നും മിണ്ടായിരിക്കടാ. ഇനി വെജിറ്റബിൾ കഴിഞ്ഞിട്ടാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ വലിയ ജൈഗാറ്റിക് വലിയ കൊതുക് എടുത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട. ലൈറ്റ് കാണാം, അതിനൊരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ റാഡിഷ് എന്നുള്ള സാധനം ബാഡാട്ടോ. വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു മോൺസ്റ്ററിന് റാഡിഷ് ഇഷ്ടമാണ്. ഇൻകമിങ് ട്രാൻസ്മിഷന് എനിക്കറിയാം. സോ ലാസ്റ്റ് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എങ്ങനെ പോകേണ്ടതെന്ന്. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് മോൺസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടാവും. അപ്പം നമ്മളെങ്ങനെയെങ്കിലും നോക്കി പോകണം. ഓക്കെ, മിണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ ഇല്ലല്ലോ. ഓക്കെ, തേർഡ് കോഴ്സ്. എല്ലാം ഉണ്ടല്ലോ. ആദ്യം നമുക്ക് റൈസും ഫിഷും എടുക്കാം. എന്നിട്ട് കുറച്ചിങ്ങനെ നോറയും ഇതും എടുക്കുക. നമുക്ക് റൈസും ഫ്ലൗണ്ടർ ഫിഷും എടുക്കാം. ഈ ഫ്ലൗണ്ടർ ഫിഷിന് എന്തിനാ ഇത്രയും കണ്ണ്? ലൈക്ക് ഒരു മിനിറ്റ്, എനിക്ക് ഇപ്പുറത്തെ സൈഡും കൂടി നോക്കണം. ഫ്ലൗണ്ടർ ഫിഷിന് എത്ര കണ്ണുണ്ട് എനിക്കറിയൂല. ഞാൻ ഫ്ലൗണ്ടർ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയൂല. പിന്നെ ഈ കാണുന്ന സാധനം ഈ ജാനിറ്റർ ഇട്ടതാണ്. ഇത് നമ്മൾ തൊട്ടാൽ നമ്മൾ സ്ലോ ആവും. ഞാനിപ്പോൾ അത് തൊട്ടു, എന്നാണ് ഞാൻ സ്ലോ ആയി. ഓക്കെ, ഫിഷ് കട്ടണം, റൈസ് നോക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് കൊണ്ടുപോയി വെജിറ്റബിൾസ് ഇട്ടേക്കാം. ഇതൊന്നും ഞാൻ മുമ്പ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ആ ടൈമിൽ. മാത്രമല്ല നമ്മൾ അതിനിപ്പോൾ കണ്ടാൽ ഓരോരോ ടൈമിൽ റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോണം. ക്യാരറ്റ് ഓക്കെ, ക്യാരറ്റ് എടുത്ത്. ഓക്കെ, പോയ അതെ തന്നെ. ഓക്കെ, തണ്ടി ഓക്കെ, തണ്ടി പോയി. ഓക്കെ, ജാൻഡർ ഇവനാരെ ജോലി കൊടുത്തേ? ഏതാണ് ജോലി കൊടുത്തേ? ഏത് തെണ്ടി ജോലി കൊടുത്തേ? ഈ ഹിറോഷിമയായിരിക്കും. അല്ല, ഹിറോഷിന്ന് കേൾക്കുമ്പോൾ ലൈക്ക് മറ്റേ ഒരു ബോംബില്ലേ, അതിൻ്റെ പേരാണ് മൈൻഡ്. അതാണ് എൻ്റെ മൈൻഡ് വരുന്നത്. ആക്ച്വലി എനിക്ക് കട്ട് ചെയ്ത് കഴിയും. പെട്ടെന്ന് കട്ട് ചെയ്യേ, പെട്ടെന്ന്. ടൈമുണ്ട്. എനിക്ക് പെട്ടെന്ന് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇനിയിപ്പം ഒറ്റയ്ക്കായ കുറച്ചും കൂടി ലൈക്ക് ഓർഡേഴ്സ് കുറവാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഒന്നുമില്ല. ഇവൻ്റെ മറ്റേ അക്കാന്ന് പറയുന്ന എന്തോ സാധനമില്ല. അവനെന്താ അക്കാന്ന് പേരിട്ടെ? മറ്റേ ഓക്കെ, അതല്ല. ഓക്കെ, ക്യാരറ്റ് എടുക്കാം. ഓക്കെ, ക്യാരറ്റാണ്. പോയവൻ പോയി. നോറി, നമുക്ക് റൈസ് എടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നിന്നെ എടുക്കാം. ഓക്കെ, ഇതിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷോപ്പും കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്ത് ബൈ ചെയ്യാം. ഇപ്പം എക്സ്ട്രാ കാര്യങ്ങൾ
വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ലൈക്ക് ക്യാരി അപ് ടു 3 items, ദ ക്യാരി 1 extra item. എക്സ്ട്രാ ലൈഫ് ആണെങ്കിൽ എക്സ്ട്രാ ലൈഫ്. നേരത്തെ എൻ്റെ ഒരു ലൈഫ് പോയി, എന്ന് വെച്ചാൽ വരിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ മോൺസ്റ്റർ ചുറ്റിക്കറങ്ങി പോവാണ്. ഇങ്ങനെ പോണേ. ഈ വേ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ പിന്നെ ഈ മോൺസ്റ്ററിനെ ലൈക്ക് നമ്മൾ ഓരോരോ റൂമിൽ കിടക്കുമ്പോൾ നമ്മൾ ചേസ് ചെയ്യില്ല, അതാണ് കാര്യം. ഓക്കെ, നമുക്ക് റൈസ് എടുത്തു, ഇതെടുത്തു. ഇനി ഈ നോരെടുക്കുക. ഈ മാച്ച എന്നുള്ള ഒരു സാധനമല്ലേ, അത് പുല്ലല്ലേ, ടീ ലീവ്സാണ്. പക്ഷേ ഈ ടീ ലീവ്സ് നല്ലതാണ്, പക്ഷേ ഈ മാച്ച നല്ലതല്ല. മാച്ച നല്ലതാണ്, പക്ഷേ ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഗ്രാസ്, നോട്ട് ഗോണ ലൈ. ഞാനൊരു പക്ഷേ മാച്ചയുടെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഫിഷുണ്ട്, നേരത്തെ ചെയ്ത സെയിം സാധനം. ഫ്ലൗണ്ടർ ഉണ്ട്, അവക്കാഡോ ഉണ്ട്, പിന്നെ റൈസ് ഉണ്ണറി. ഓക്കെ, കറക്റ്റ് ടൈമിങ്ങിന് എടുത്തു ഇവള്, സ്മാർട്ട്. ഓക്കെ, റൈസ് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി എടുക്കാം. അവിടെ മോൺസ്റ്റർ കിടക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് ഓട്. പെട്ടെന്ന്. ഓക്കെ. ഓക്കെ, സെറ്റായി. ഇനി അടുത്ത സാധനം. ഓക്കെ, ഇനി നമുക്ക് റൈസില്ലേ എഴുത. റൈസ് പ്രജനോറി. ഇനിയിപ്പോൾ ഓക്കെ, ഇനി പ്രാവശ്യം അതെ, അതാണ് മോൺസ്റ്റർ. ആ പെണ്ണ് ഷിറ്റ്. അപ്പം അപ്പുറത്തേക്കായിരിക്കും. വാട്ടർ. ഓക്കെ, അവക്കാഡോ. പെട്ടെന്ന്. ഓക്കെ, 3 ഡോർ എൻ്റെ കണ്ണു മുമ്പിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. തെണ്ടി തരാൻ കാണിക്കണം. യു ബ്ലഡി ഫുൾ ഡോർ. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഈ കുക്കി ഈ കട്ടിംഗ് ബോർഡിൽ എടുത്ത് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നേരം എടുക്കണേ. അക്ക പോയി. ഓക്കെ, അക്ക മറ്റേ പാട്ട് മൈൻഡ് തന്നെ. അക്ക കീറോ മറ്റേ തല പാട്ട് തന്നെ. എനിക്ക് ഇപ്പോൾ ലൈക്ക് റോബ്ലോക്സിൻ്റെ അടുത്ത് അധികം ഇൻട്രസ്റ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പറ്റുന്നത് നമുക്കറിയാം. റോബ്ലോക്സിൽ ലൈക്ക് ഓരോരോ സെക്ഷൻ വയ്ക്കുക, ഓരോരോ ലൈക്ക് ഇതൊക്കെ ലൈക്ക് ഓരോരോ സെക്ഷൻ വയ്ക്കുക. ചെറിയ കുട്ടികൾക്ക്, പിന്നെ ഈ ഓൾഡായിട്ടുള്ള ആൾക്കാർക്കും അങ്ങനെ വയ്ക്കുക. പക്ഷേ എനിക്ക് ആക്ച്വലി ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുണ്ട്. ഫ്രണ്ട്സല്ല, എനിക്കൊരു കസിൻ സിസ്റ്ററുണ്ട്. പുള്ളിക്കാരി എൻ്റെ വീഡിയോസിൽ ഞാൻ കളിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഡാൻസ് എൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അവളുടെ കൂടെ ഞാനെപ്പോഴും ലൈക്ക് അവളെ റോബ്ലോക്സ് കളിക്കുന്നുണ്ട്. അവളുടെ അക്കൗണ്ട് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചതുകൊണ്ട് അവൾക്ക് റീഡ് ചെയ്യാൻ, അവൾക്ക് വായിക്കാനൊന്നും അറിയില്ല. പക്ഷേ ചില എൻ്റെ ഫ്രണ്ട്സ് ചില എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് എന്നെക്കാട്ട് ഓൾഡറാണ്. ലൈക്ക് എൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ അക്കൗണ്ട് ബേസിക്കലി ഞാൻ മാത്രമേ ഉള്ളൂ.
ആ എല്ലാവരും ചത്തല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ചത്തു. അടുത്ത ലാസ്റ്റ് റൗണ്ട്, ലാസ്റ്റ് ഓർഡർ, നമ്മൾ തന്നെ പോകണം. ഷോ, ഇതെന്തൊരു കഷ്ട. ചാവാനാണ് പേടി, അതാണ്, അത്രേ ഉള്ളൂ. തേർഡ് ക്ലാസ് കമ്പനി. ഞാൻ കൊടുത്തില്ല. ടൈം കഴിയും എന്തെങ്കിലാട്ടെ. വീണ്ടും അക്കയല്ല ഞാൻ. അവൻ നേരത്തെ തന്നെ ചത്തു വന്നിരിക്കും. ചത്തല്ല, ചാവ. ഓക്കെ, സ്കിപ്പ് മതി. ഇപ്രാവശ്യം ഞാൻ 2 റൈസോ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കയ്യിൽ ഒന്നിച്ച് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട്, പിന്നെ ആ ടേബിൾ വേറെ എന്തോ കട്ടിംഗ് ബോർഡ് പോലത്തെ ഉള്ള സാധനമുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് മാക്സിമം കടന്ന് യൂസ് ചെയ്യാം. 2 എണ്ണം എടുക്കുക, എന്നിട്ട് നമുക്കത് അതിൽ വയ്ക്കുക. അപ്പം നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കും. അതാ. ഓക്കെ, മോൺസ്റ്റർ പെട്ടെന്ന് മോസ്കിറ്റോ ആണ്, ഇതാണ് ഞാൻ പറയുന്നത്. കൊതുക്, വലിയ കൊതുക്. ഓക്കെ, ജൈഗാറ്റിക് മോസ്കിറ്റോനെ കിടന്ന് ബീറ്റ് ചെയ്യണം. പെട്ടെന്ന് ഓടിപ്പോ. ഷിറ്റ്. ഓക്കെ, പെട്ടെന്നോടി. യെസ്. ഓക്കെ, കഴിഞ്ഞു. എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള പാട്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇതൊക്കെ ഏതോ ഒരു ഫിഷിൻ്റെ മുട്ടയാണ് ആക്ച്വലി. ഇത് ഫിഷിൻ്റെ മുട്ടയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇത് കിട്ടില്ല, കുറേ നേരം എടുക്കും. ഇതിലേക്ക് ആദ്യം മുട്ട വരും, ഇവിടേക്ക് വരും, സ്ക്വിഷ് ചെയ്യും, അതിങ്ങനെ പോവും, എന്നിട്ട് അങ്ങനെ പോവും, എന്നിട്ട് ഫിൽട്ടർ ചെയ്യും, എന്നിട്ട് ഇതിലേക്ക് വരും ഒരു ഗ്ലാസ് കപ്പിൽ. പെട്ടെന്ന് പോയി എടുക്കണം. 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട വരിക, സ്ക്വിഷ് ചെയ്യല്ലേ? അല്ല, സ്ക്വിഷ് ചെയ്യാം, എന്നിട്ട് അതെടുക്കുക. ട്യൂബ് വരും, അതെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് പോകും, എന്നിട്ട് ഫിൽട്ടർ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. മോസ്കിറ്റോ പോട്ടെ, കൊതുക് പോയി. ഓക്കെ, വീണ്ടും കൊതുക്. ഫോളോ ചെയ്തു. എനിക്കറിയില്ല, ഞാനിപ്പോൾ കുറച്ച് പ്രോ ആയി. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതൊക്കെ ഈസിയായി. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഈസിയാടാ. ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കളിക്കുന്നത്, ലൈക്ക് ഞാൻ എല്ലാവരുടെയും എൻ്റെ വ്യൂവേഴ്സിനെ കണ്ടിട്ട് ആണ് ഞാനത് കളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മിസ്റ്റേക്കും ഒരു പ്രശ്നമില്ലാതെ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫുള്ള് മിസ്റ്റേക്കാക്കി ഞാൻ പെട്ടെന്ന് ചാവും ഗെയിംസിൽ നോർമലി. അത് അധികം ലൈക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അധികം പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കും. ആൻഡ് ഇപ്രാവശ്യം ഐ ഹോപ്പ് എവരിബഡി ക്യാൻ ഹിയർ മൈ വോയിസ്. എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചില ആൾക്കാർക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വോയിസ് കേൾക്കാറില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ അധികം ലൗഡല്ല. മാത്രമല്ല എൻ്റെ ഉള്ളിലത്തുള്ള സൗണ്ടാണ് മെയിൻലി വരിക. ഓക്കെ, സെറ്റാവും. പെട്ടെന്ന്
പെട്ടെന്നാവ് പെട്ടെന്നായാൽ മതി. ഓക്കെ, റൈസ് സെറ്റ്. 2 ലൈഫ് മാത്രമേ ഉള്ളൂ. 2 ലൈഫ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ലൈഫ് മാക്സിമം യൂസ് ചെയ്യണം. ഇതിൽ ലാസ്റ്റ് ഒരു പാർട്ടുണ്ട്, പ്ലാറ്റ്ഫോംസൊക്കെ വീണിട്ട് അങ്ങനെ എന്തോ ഉണ്ട്. യെസ്, ഫസ്റ്റ് ഓർഡർ സെറ്റായി. ഇപ്രാവശ്യം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഫുൾ കോൺസെൻട്രേഷനാണ് ഗെയിമിൽ. ഓക്കെ ചാവരുത്, ചത്ത ഞാൻ. സാധനം പോയി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഈ ഓർഡർ. അത് കഴിഞ്ഞ് ഫുള്ള് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഫുള്ള് നമ്മൾ ഓട്ടം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ. ഓക്കെ, ഇതിപ്പോൾ എല്ലാം ഈസിയായി എന്ന് വെച്ചാൽ 2 ഇൻഗ്രീഡിയൻറ്റ് സെയിം ടൈം എടുത്തുകൊണ്ട് പിന്നെ മാക്സിമം ടൈം അവിടുന്ന് യൂസ് ചെയ്തു. ഒറ്റയ്ക്കാകുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം ആൾക്കാരില്ല. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും പോയി. പക്ഷേ യെസ്, ഫൈനൽ കോഴ്സ് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ അടുത്ത പ്രശ്നം എന്ന് ചോദിച്ചാൽ ഫുൾ ചേസ്. ഓക്കെ, ഞാൻ റെഡിയാണ് ചേസിന്. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, ഇനി ഇത് പറയും ഓടിപ്പോവാൻ. എന്താണെന്ന് വെച്ചാൽ ഹലോ ഗെയിം, സെൻസസ് ഇൻഡിക്കേറ്റ് മൾട്ടിപ്പിൾ വോയിഡ് എക്സ്റ്റൻറ്റീസ് മൂവിങ് ടു യുവർ ലൊക്കേഷൻ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി മോൺസ്റ്റേഴ്സ് വരും. വി ഫൗണ്ട് ആൻ അൺയൂഷ്വൽ എക്സിറ്റ് ഓൺ ദ 2nd floor. യു നീഡ് ടു ഗെറ്റ് ടു ദ റിസർച്ച് എലിവേറ്റർ. ആക്ടിവേറ്റിംഗ് ഇറ്റ് നൗ ബട്ട് can keep it open for long. Get to the elevator before it closes. It's the only way out. Ending transmission now. God സ്പീഡിൽ പോകണം. മിണ്ടേരിക്കട. ടൈം കിടന്ന് വേസ്റ്റ് ചെയ്യുക. ഫാറ്റ് അവർ ഡൈനോസേഴ്സ് സോ ജസ്റ്റ് ദേ വാണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ. തിന്നാൻ ഡിസേർട്ട് നമ്മൾ തന്നെ. ഇനി നമ്മൾ സ്പീഡ് റണ്ണാണ്. ഓക്കെ, ഫുൾ ഓട്ടം, നത്തിങ് എൽസ്. ഷിറ്റ് പെട്ടെന്ന് ഓടിക്കോട്ടെ. ഷിറ്റ്. ഓക്കെ കറക്റ്റ് ടൈമിങ്. ഷൂ. ഓക്കെ, നീ മോസ്കിറ്റോ വന്ന് നമ്മളെ കൊല്ലാൻ നോക്കും. അത്രേ ഉള്ളൂ. ഇത് ഫുള്ള് ലാഗാണ്. മോസ്കിറ്റോ വന്ന് കൊല്ലാൻ നോക്കും. ഇത് പൊട്ടിക്കാൻ നോക്കും. പൊട്ടൂലടാ. പൊട്ടിയാലും ഞാൻ എത്തുക പെട്ടെന്ന് അവിടുന്ന്. ഓക്കെ, ഞാൻ ലാഗാണ് കിടന്ന്. എൻ്റെ ഫോണ് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, നീ അടുത്തത് ഇവിടേക്ക് പോകും. ബോസ് ഫൈറ്റ് ആണെന്നാണ് വിചാരിക്കുക, പക്ഷെ ബോസ് ഫൈറ്റ് ഒന്നുമല്ല. യു ആർ പ്രോബ്ലി വണ്ടറിങ് വാട്ട് ദിസ് പ്ലേസ് ഇസ്. മതി. വി won best sushi restaurant for 15 straight years. Until one year, the critics decided traditional sushi was boring. They said we couldn't make anything new or interesting. They stripped us. അയ്യേ അതൊന്നുമല്ല. ടൈറ്റില് ഞാൻ വേറെ വിചാരിച്ചേ.
ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ഇൻ ദ ഡെപ്ത്സ് ഓഫ് ദ ഓഷ്യൻ. എന്ന് വെച്ചാൽ ഏതൊരു ഫിഷിനും മുട്ട. ഈ ഒരു മീനില്ലേ, അതിൻ്റെ തലയിൽ ലൈറ്റ് ബൾബൊക്കെ, അതെ അത്, അതിൻ്റെ മുട്ട. ഇറ്റ്സ് ദ ഓൺലി നോൺ ക്രീച്ചർ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇത് വേറെ പ്ലാനറ്റിൽ ആണ് കേട്ടോ. ഇത് വേറെ പ്ലാനറ്റൊന്നുമല്ല. ലക്ലി ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇമ്മൻസ് എമൗണ്ട് ഓഫ് എഗ്സ്. അതെ അതാണ് മുട്ടകൾ. These eggs are the greatest culinary miracle of our lifetime. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എഗ് ഇൻടേക്ക് ഇത്. എന്നിട്ട് അവർ മുട്ട എടുക്കും, എന്നിട്ട് അവർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യും, സാനിറ്റൈസ് ചെയ്യും, അങ്ങനെ പോവും. ഇനിയിപ്പോൾ എന്നിട്ട് പിന്നെ പ്രിസർവേഷൻ ആൻഡ് പാക്കേജിങ് അടുത്ത. ഓക്കെ വാട്ട് മേക്സ് ദിസ് എഗ് സോ സ്പെഷ്യൽ? വേർസ് എവ്രിവൺ? This place look different in the reviews. Oh well, let's eat. Its toxins evoke the taste and memory of your favorite meal. Wow, oh wow. This tastes like apple pie. Grandma said apple pie. There are some waiter gave me more. There are some unfortunate side effects. Oh, monster. നമ്മളവിടുന്ന് ഫോളോ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഓർക്കടാ, 2 ലൈഫ് മാത്രമേ ഉള്ളൂ. പേടിയായിട്ട് വയ്യ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ദി സ്ട്രേഞ്ച് ക്രീച്ചർ ഇസ് നോട്ട് ഫ്രം ദിസ് വേൾഡ്. അതെനിക്കറിയാം. ഈ ഗെയിം ഫുള്ള് കളിച്ചവനും അറിയാം, ഓണറിനും അറിയാം, ഓണറിനും അറിയാം. ബ്ലാക്ക് ഹോളിലായിരിക്കും ഇത് വരുന്നത്. ഈവൻ സ്പേസിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ പോർട്ടൽ. ഇവിടെ നമ്മൾ പോർട്ടിലേക്ക് ചാടേണ്ടി വരും, അല്ലാതെ പിന്നെ നമ്മൾ ഒന്നും തന്നെ ഒരു വഴിയില്ല. പക്ഷേ മറ്റേ ട്രാൻസ്മിഷൻ ഇല്ലേ, ഈ ടവറിൻ്റെ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഐ എം കമ്മിങ് ഫോർ യു മൈ സെൽഫ്. മോൺസ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഇത് ഫുള്ള് ഡിസ്കൈസ് ആയിരുന്നു. ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, ചാടി ഓടാ. അയ്യോ, ഇതല്ല, അപ്പുറത്തെ സൈഡ്. ഓക്കെ, പെട്ടെന്ന് ഓടിച്ചാടി പോകണം. ഒരു ടൈമില്ല. ഓക്കെ, ഞാൻ മണ്ടരിയ. ചാടുക, ഓടുക, എന്തുവാണെങ്കിൽ ചെയ്യുക. ഷിറ്റ്. ഓ യെസ്. ആദ്യമായിട്ടാണ് ക്യാമറയിൽ. യെസ്, നമ്മൾ ജയിച്ചു. യെസ്. ഇതിൻ്റെ ചാപ്റ്റർ 2 ഉണ്ട്. മാരിക്കൊക്കെ ചാപ്റ്റർ 2 കാണണമെങ്കിൽ കൊമൻസി പറയാ. ചാപ്റ്റർ 2. പിന്നെ സ്കേറി സുഷി ചാപ്റ്റർ 1 കഴിഞ്ഞു. യെസ്, ഫസ്റ്റ് ടൈം എവർ. ഫൈനൽ റിസൾട്ട്സ്. എനിക്കിപ്പോൾ ഫൈനൽ യു എസ്കേപ്ഡ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എവർ എസ്കേപ്പ്. പിന്നെ നമുക്ക് പോയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ജയിച്ച് സീ ഇൻ ദ വോയിഡ്. ഇനി ചാപ്റ്റർ 2 ഉണ്ട്. ചാപ്റ്റർ 2 സെയിം സാധനം, പക്ഷെ 3 സാധനം എക്സ്റ്റെൻഡ് പിടിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ശരി ഗൈസ്, ബൈ.